ഇന്നിപ്പോൾ രാവിലെ തന്നെ എങ്ങോട്ടാണെന്നല്ലേ ഞങ്ങൾ മുഹമ്മയ്ക്ക് പോവാണ് കേട്ടോ. നാത്തൂൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോണത്. ഞങ്ങൾ മാത്രമല്ല കേട്ടോ, ഉമ്മച്ചിയും വാപ്പിച്ചിയും പുറകെ വരുന്നുണ്ട്. പിന്നെ ചേട്ടത്തിയും പിള്ളേരും ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ കയറുന്ന ബസ്സിലാണ് കേട്ടോ ഞങ്ങൾ കയറാൻ ഉദ്ദേശിച്ചേക്കണേ. അങ്ങനെ ഞങ്ങൾ ബസ്സിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതേ കുട്ടീസ് എല്ലാവരും ഇരിപ്പുണ്ട്. ഫാത്തിമയും ചേട്ടത്തി അപ്പുറത്ത് ഇരിപ്പുണ്ട് കേട്ടോ. ഉമ്മച്ചിയും വാപ്പിച്ചിയും ബാക്കിലായിരുന്നേ. ഞങ്ങൾ ഫ്രണ്ടിലത്തെ സീറ്റിലാണ് കേട്ടോ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ പോവാണ് കേട്ടോ അങ്ങോട്ട്. രാവിലെ അധികം വലിയ തിരക്കൊന്നും ഉണ്ടായില്ല കേട്ടോ. ഞങ്ങൾ ഒറ്റ ബസ്സിനാണ് കേട്ടോ പോകുന്നത് അങ്ങോട്ട്. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ചേട്ടത്തിക്ക് ചെറിയൊരു സർപ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ചേട്ടത്തിയുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ ഇന്ന്. അപ്പോൾ ഇപ്പോൾ ഇന്ന് ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങിയപ്പോഴാണ് പറയണത് ചേട്ടത്തിയുടെ ബർത്ത്ഡേ ആണല്ലോ അമ്മ. അപ്പോൾ എന്താണെങ്കിലും എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു ഞാൻ. അങ്ങനെ ഞാനും പിള്ളേരും കൂടെ ആദ്യം തന്നെ ഫ്രണ്ടിൽ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വന്നതിന് മുമ്പായിട്ട് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. ധൃതി പിടിച്ചാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏതോ ഒരു ബസ് വരുന്ന കണ്ടിട്ട് ഇതേ ബസ് വന്നു വാ 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 എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കും ടെൻഷനായിട്ടോ. അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഗിഫ്റ്റ് ഒന്നും വേണ്ട, ഞങ്ങൾ പോവാണെന്ന് പറഞ്ഞു ഇറങ്ങിയിട്ടോ. അപ്പോഴേക്കും ഉമ്മച്ചി പറഞ്ഞേ ഇല്ല, അവർ തുറവൂർ എത്തിയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ തുറവൂർ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പെട്ടെന്നൊരു ഗിഫ്റ്റ് വാങ്ങിച്ചതായിരുന്നു കേട്ടോ. എന്തായാലും സന്തോഷമായി കൊടുത്തപ്പോഴേക്കും. കുറേ നേരം കഴിഞ്ഞ് ഞങ്ങളവിടെ കുറേ നേരം വർത്തനമൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളവിടെ കിടക്കുവാണ് കേട്ടോ. അപ്പോൾ കുട്ടീസിന് നല്ല കളിയാണ് കേട്ടോ. അവർ ഒപ്പിച്ചിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തർ ക്യൂവിൽ നിൽക്കുന്നുണ്ട്. നല്ല വെയിലാണ് കേട്ടോ, പുറത്ത് നല്ല ചൂടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ഡ്രസ്സ് വേണ്ട മാറുന്നില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ചൂട് കൂടിയപ്പോഴേക്കും ഇത്തിയുടെ ഒരു മാക്സി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേ ഞങ്ങളെല്ലാവരും കൂടെ ഉച്ചയ്ക്കിരുന്ന് ഫുഡ് കഴിച്ചു കേട്ടോ. ഫുഡ് നല്ലതായിരുന്നു കേട്ടോ. വെറുചോറും പരിപ്പ് കറിയും ചിക്കൻ കറിയും പയറലത്തിയതും പിന്നെ അച്ചാറും പപ്പടം ഉണ്ടായിരുന്നേ. പിന്നെ അതേ ഞങ്ങൾ ചായയുടെയും കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളിത് ഇറങ്ങുവാണ് കേട്ടോ. അപ്പോൾ മെഹർ വരുന്നില്ല എന്ന് പറഞ്ഞ് അവളവിടെ നിന്നു കേട്ടോ. ഉമ്മച്ചിയും വാപ്പിച്ചും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അപ്പം ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. അതേ പിന്നെ ബസ്സും കിട്ടിയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ. അവരുടെ അപ്പുറത്തെ സീറ്റിലാണ് കേട്ടോ ഇരിക്കുന്നത്. അങ്ങനെ പിന്നെ ഒരു 7 മണി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ എത്തി കേട്ടോ അവിടെ. അങ്ങനത്തെ ഇരുട്ടായിട്ടുണ്ടായിരുന്നേ. അപ്പോഴേക്കും അതേ അവൾ എടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ എടുത്തുകൊണ്ട് പോവാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ വീടെത്തിയിട്ടുണ്ട്. പിന്നെ വീടെത്തിക്കഴിഞ്ഞ് അവരും ഉണ്ടായിരുന്നല്ലോ. പിന്നെ പെട്ടെന്ന് തന്നെ ചപ്പാത്തിയും പരിപ്പും കറിയും വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് പോയി കേട്ടോ. അങ്ങനത്തെ ഞാനും എല്ലാം ഒതുക്കിയിട്ട് ലാസ്റ്റ് മാംഗോ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പോയി മേലൊക്കെ കഴുകിയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നു. അല്ലാതെ കിടന്ന് ഉറങ്ങാനേ പറ്റില്ല കേട്ടോ, അത്രയ്ക്ക് ചൂടാണ്. ചൂടൊരു എനിക്കിഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ ഈ ഒരു ചൂടുള്ള സമയത്ത് നമുക്ക് കിടക്കണതിന് മുമ്പ് ഒരു ജ്യൂസ് കുടിക്കണേ എനിക്കിഷ്ടമാണ്. പക്ഷേ തണുപ്പ് കുറവായിരുന്നു. കാരണം ഞാൻ കുറച്ച് മുമ്പാണ് കേട്ടോ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. തണുപ്പുണ്ട് ആവശ്യത്തിന്. എനിക്ക് പക്ഷേ നല്ല തണുപ്പാണ് കേട്ടോ. എനിക്ക് ഭയങ്കര തണുപ്പിൽ കുടിക്കാനാണ് കേട്ടോ ഇഷ്ടം. പക്ഷേ കുടിച്ചിട്ട് തീരുന്നുണ്ടായിരുന്നില്ല. അങ്ങനത്തെ എല്ലാം കുടിച്ചിട്ട് പിന്നെ അതേ അതും ഗ്ലാസ്സും ഒക്കെ കഴുകി വെച്ചിട്ട് ഞാൻ കിടക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പം ഇന്നത്തെ ദിവസം എന്തായാലും നല്ല രസമായിരുന്നു കേട്ടോ. എല്ലാവരും കൂടിയിട്ട് പോയതും അവിടെ നിന്നതും വന്നതും എല്ലാം നല്ലതായിരുന്നു കേട്ടോ. മെഹർ വന്നിട്ടുണ്ടായിരുന്നില്ല, പിന്നെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഞങ്ങൾ കിടക്കാൻ കയറുവാണേ. അവർ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിതെല്ലാം ഒതുക്കിയിട്ട് കയറുവാണ് കേട്ടോ. 10:15 കേട്ടോ ഇപ്പോൾ സമയം. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള അടുത്ത വീഡിയോയിൽ കാണാം.